ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിനീഗറാണ് ചേർക്കുന്നത്. വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ചേർക്കാം. ഒരു നാരങ്ങയുടെ പകുതി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കി ഇത് മിക്സ് ആവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ, കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല കുറച്ച് തിക്കായിട്ടിരുന്നാലേ നമ്മളുടെ ഫിഷിലൊക്കെ നന്നായിട്ട് അത് പിടിക്കുള്ളൂ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ ഗ്രേവി ചെയ്തെടുക്കുക. ഇനി നമുക്ക് മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു 30 മിനിറ്റ്, അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിവിടെ റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കറുവാപ്പട്ട, 2 ഏലക്കായ, അതുപോലെ തന്നെ ഒരു തക്കോലവും 2-3 ഗ്രാമ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ റൈസ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ വെള്ളത്തിൽ ഇതും കൂടി ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് കുക്കായി വരുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ആ നെയ്യ് ചേർക്കുന്നത്. പിന്നെ ബിരിയാണി അല്ലേ, എപ്പോഴും നമ്മൾ നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സ്വാദ്. പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 1 മണിക്കൂർ ഞാൻ കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അരി അതിലേക്ക് ചേർത്തിട്ട് സാധാരണ നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നമ്മൾ ഇവിടെ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം കേട്ടോ, ഷാലോ ഫ്രൈ അല്ല നമുക്ക് ആവശ്യം, ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം. ഇതിവിടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മളുടെ ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാനായിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയി. എന്നാലും സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയായിരുന്നു കേട്ടോ, വലുതാണെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമുള്ളൂ. 2 തക്കാളിയും കൂടി ചേർത്തിട്ട് ഈ തക്കാളി നന്നായി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക്
വെയിറ്റ് ചെയ്യാം. ദേ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഒരുപാട് ആവരുത്, ഒരു കുത്തൽ വരും. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. നമ്മളിതിൽ ബിരിയാണി മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള പൊടികളാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് ആവരുത് കേട്ടോ. നമുക്ക് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ഗ്രേവി കിട്ടാൻ. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്രേവി ആ ഫിഷിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മൾ വാഴയിലേക്ക് മീൻ പൊള്ളിക്കുമ്പം ചെയ്യുന്ന കൂട്ട് ആ ഗ്രേവിയിൽ ആ മീനൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് മസാല നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ റൈസൊക്കെ അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് കുക്ക് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ റൈസ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ടർമറിക് മിൽക്കാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2-3 ടീസ്പൂണ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യുടെ ക്വാണ്ടിറ്റി എത്ര വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചേർക്കാറുള്ളത് പോലെ സവാള നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. വീണ്ടും നമുക്ക് റൈസിൻ്റെ ലെയറാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഇതിന് മുമ്പ് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിയുടെയും അതുപോലെ എഗ് ബിരിയാണിയുടെയും റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഒന്ന് കയറി കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അതാ വീണ്ടും നമ്മൾ റൈസിൻ്റെ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. ടർമറിക് മിൽക്കും അതുപോലെ തന്നെ നമ്മൾ ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് നെയ്യും പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാഷ്നട്ടും കൂടി റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഇനി ഇത് ഫ്ലെയിമിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചൂടോട് കൂടി തന്നെയാണല്ലോ സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഫിഷ് ബിരിയാണി. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതാ നമ്മളുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.